കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടതിന് ആശ്വാസത്തിലാണ് മൂന്നാർ ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശി കറുപ്പസ്വാമി. ഇന്നലെ രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളിയായ കറുപ്പസ്വാമി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആനയുടെ മുമ്പിൽപ്പെട്ടത്. പടയപ്പ ഓട്ടോറിക്ഷ സഹിതം തള്ളി താഴ്ചയിലേക്ക് ഇട്ടതായും വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പസ്വാമി പറഞ്ഞു. മൂന്നാർ ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കറുപ്പസ്വാമിക്ക് ഇനിയും ശ്വാസം നേരെ വീണിട്ടില്ല. ഇന്നലെ രാത്രി 8:30-ഓടെ കാട്ടുകൊമ്പൻ പടയപ്പയുടെ മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കാര്യമോർത്താൽ കറുപ്പസ്വാമിക്ക് ഇപ്പോഴും ചങ്കിടിപ്പേറും. രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടം അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കറുപ്പസ്വാമി ആനയുടെ മുമ്പിൽപ്പെട്ടത്. റോഡിലെ കൊടുമ്പളവ് ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. തൊട്ടുമുമ്പിലെത്തിയപ്പോൾ മാത്രമേ കറുപ്പസ്വാമിക്ക് ആനയെ കാണാൻ കഴിഞ്ഞുള്ളൂ. രക്ഷപ്പെടാനുള്ള ചിന്തയെത്തും മുമ്പേ പടയപ്പ ഓട്ടോറിക്ഷ സഹിതം തള്ളി താഴ്ചയിലേക്കിട്ടതായും തള്ളിയിട്ട വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പസ്വാമി പറഞ്ഞു. രാത്രി ഒരു 8:30 മണിക്ക് வீட்டுக்கு போகும்போது ஓட்டம் வீட்டுக்கு போகும்போது படையப்பாங்கிற யானை எங்கள் வீட்டுக்கு முன்னாடி வந்துருச்சு வளவில். என்னை கொண்டு ஒன்றும் செய்ய முடியல. திருப்பி நான் தேலைக்குள்ளே போகிறதுக்குள்ளே வண்டியை தூக்கி தேலைக்குள்ளே தள்ளிடுச்சு. என்னோட சேர்த்து எனக்கும் அடிபட்டுருக்கு, கையில் அடிபட்டுருக்கு, இடுப்பில் அடிபட்டுருக்கு, முட்டுக்காலில் அடிபட்டுருக்கு. இப்போதைக்கு கம்பெனி ஆஸ்பத்திரியில் ட்ரீட்மெண்ட் എടുത്തിருக்கேன். ലയങ്ങൾക്കരികിലെത്തിയ പടയപ്പയെ ആളുകൾ തുരത്തി ഓടിച്ചിരുന്നു. ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങും വഴിയാണ് പടയപ്പയുടെ മുമ്പിൽ കറുപ്പസ്വാമി അകപ്പെട്ടത്. ആക്രമണത്തിൽ കറുപ്പസ്വാമിക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമെന്നും പ്രദേശവാസികളും പറയുന്നു. പട്ടി കുളച്ചുകൊണ്ട് തുണി വിലക്കി പാത്തേ കൊമ്പ് മറ്റും എനിക്ക് தெரிஞ்சு பையனை கூப்பிட்ட மருமகனை ஐயா யானை ஓடியாங்க அப்படின்னு சொன்னோன்னு பையன் ஓடி வந்துச்சு. பையன் வந்து பார்க்கும்போது ஆனைங்க தள்ளி வந்துருச்சு. கதை திறந்துட்டு வெளியே டார்ச் லைட் இங்கே வந்துருச்சு. இந்த ஆட்டோ இங்கே வந்துச்சு. ஏன்னா உயிருக்கு பயந்துக்கிட்டே இருக்க முடியுமா? எங்கள் வீடு அந்த தொங்கல் வீடு டெய்லி அடிக்கடி அந்த வீட்டுக்கு வந்துடுது. வந்து அந்த தோட்டத்துக்குள்ளே இறங்கிடுது. நாங்கள் அது ஒன்று தான். ஒரு தட்டுச்சுன்னா போயிடும். நாங்கள் ரெண்டும் பெரிய ஆள் தான் இருக்கோம். இப்படியா வருஷ காலம் இப்படி இந்த ஒத்த யானை இந்த பாடுபடுத்தது ஒருத்தர் இதுக்கு ஒரு நடவடிக்கை எடுக்க வேண்டாமா? രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ കാട്ടാനപ്പേടിയിലാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്നത്. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്ന ആവശ്യം തൊഴിലാളി കുടുംബങ്ങൾ ആവർത്തിച്ച് മുമ്പോട്ട് വയ്ക്കുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.